എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ വിഷയം 1202 ചിങ്ങമാസ ഫലമാണ്. പ്രത്യേകിച്ച് ചിങ്ങമാസ ഫലത്തിൽ ചിങ്ങൻ രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ചിങ്ങൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നിവയാണ്. ഈ രാശിക്കാരുടെ ചിങ്ങമാസത്തെ ഗ്രഹസ്ഥിതി നമുക്കൊന്ന് പരിശോധിക്കാം. ചിങ്ങമാസത്തിൽ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം 12-ൽ നിൽക്കുന്നു. ശനി അഷ്ടമത്തിലാണെങ്കിലും വക്രഗതിയിലാണ്. ആദിത്യനും കേതുവും ജന്മരാശിയിൽ നിൽക്കുന്നു. ശുക്രൻ 2-ലും 3-ലുമായിട്ട് സഞ്ചരിക്കുകയും രാഹു 7-ൽ നിൽക്കുകയും ചെയ്യുന്ന ഒരു ഗ്രഹസ്ഥിതിയാണ് ചിങ്ങമാസത്തിൽ ചിങ്ങൻ രാശിക്കാർക്ക് കാണുന്നത്. പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളായിരിക്കും ഈ രാശിക്കാരെ തേടി വരുന്നത്. ഇതിൽ ദോഷഫലങ്ങൾ ഇത്തിരി കൂടിയിരിക്കും എന്നും പറയേണ്ടതായിട്ടുണ്ട്. 12-ലെ വ്യാഴത്തിൻ്റെ സ്ഥിതി എല്ലാ കാര്യങ്ങളിലും കുറേയേറെ തടസ്സങ്ങളും മനപ്രയാസങ്ങളും സമ്മാനിക്കുന്നതായിരിക്കും. ഏത് കാര്യത്തിനിറങ്ങിയാലും ആദ്യം തടസ്സമുണ്ടായിട്ട് പിന്നീട് ശ്രമകരമായ പ്രവർത്തനത്തിലൂടെ അത് തടസ്സങ്ങൾ നീക്കിയെടുക്കേണ്ടതായിട്ട് വരും. കൂടാതെ ശനി അഷ്ടമത്തിലാണെന്നുണ്ടെങ്കിലും അത് വക്രഗതിയിൽ നിൽക്കുന്നത് കൊണ്ട് ശനിദോഷം അനുഭവപ്പെടാത്തൊരു സമയമായതുകൊണ്ട് ആരോഗ്യപരമായിട്ട് വലിയ കുഴപ്പമില്ലാതെ എന്തെങ്കിലും പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിനൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ നല്ല രീതിയിലുള്ള ഒരു ആരോഗ്യസ്ഥിതിയോടെ മുന്നോട്ട് പോകാൻ കഴിയും. എന്നാൽ ചിന്താക്ലേശം, ചിന്തിച്ച് മനസ്സ് വിഷമിപ്പിക്കത്തക്ക രീതിയിലുള്ള ചില പ്രയാസങ്ങളൊക്കെ വന്ന് പെട്ടേക്കാം. ദാമ്പത്യപരമായിട്ട് വളരെയധികം ശ്രദ്ധിക്കണം. കാരണം രാഹുവിൻ്റെ 7-ലെ സ്ഥിതി അത്ര ദാമ്പത്യസ്ഥാനത്തുള്ള സ്ഥിതി അത്ര അനുകൂലമല്ല. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരും കലാകാരന്മാരും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരും വളരെയധികം ശ്രദ്ധയോടെ മുന്നോട്ട് പോകണം എന്നതേ ഉള്ളൂ. പുതിയ തരത്തിലുള്ള അല്ലെങ്കിൽ പുതിയ ബിസിനസ് സംരംഭങ്ങളോ പുതിയ സംരംഭങ്ങൾക്കോ അല്ലെങ്കിൽ പുതിയ സംഘടനാപരമായ പ്രവർത്തനങ്ങളിലേക്കൊക്കെ പ്രവേശിക്കുന്നത് തൽക്കാലത്തേക്ക് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത്. ആരോഗ്യപരമായിട്ട് വലിയ കുഴപ്പമില്ല. ദാമ്പത്യപരമായിട്ട് ശ്രദ്ധിക്കണം. എങ്കിലും ഇടവിട്ട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു അവസ്ഥയും ഈ രാശിക്കാരെ സംബന്ധിച്ച് പറയേണ്ടതായിട്ടുണ്ട്. ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴാഴ്ചകൾ അവരവരുടെ മതാചാരപ്രകാരം പ്രത്യേകം പ്രാർത്ഥനകൾ നടത്തുന്നത് ഇവരുടെ ഈശ്വരാധീനക്കുറവും കാര്യതടസ്സങ്ങളും ഒക്കെ മാറ്റിയെടുക്കുന്നതിന് സഹായകമായി വർദ്ധിക്കുന്നതായിരിക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ഹരിവാണി ജ്യോതിഷം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കനും ഒക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടതാണ്. കൂടാതെ ഓൺലൈൻ കൺസൾട്ടേഷൻ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. അതിനായിട്ട് വാട്സപ്പ് നമ്പറിൽ മുഖേന ബന്ധപ്പെടേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ബന്ധുക്കൾക്കുമെല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.